എല്ലാ കൂട്ടുകാർക്കും ഈ മലയാളം എൻ്റെ മലയാളത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നമ്മൾ ഇന്നിവിടെ കൃഷിയുമായി ബന്ധപ്പെട്ട പഴഞ്ചൊല്ലുകളാണ് ചർച്ച ചെയ്യുന്നത്. പണ്ടേക്ക് പണ്ടേ പലരും പറഞ്ഞ് പഴക്കം വന്നിട്ടുള്ള ചൊല്ലുകളാണ് പഴഞ്ചൊല്ലുകൾ അഥവാ പഴമൊഴികൾ. ശബ്ദധാരാവലിയിൽ ഈ വാക്കിൻ്റെ അർത്ഥം പഴക്കമുള്ള ചൊല്ല്, പണ്ടുള്ളവരുടെ വാക്ക് എന്നിങ്ങനെയാണ് നൽകിയിട്ടുള്ളത്. കൃഷിയുമായി ബന്ധപ്പെട്ട പഴഞ്ചൊല്ലുകളാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത്. വിതച്ചത് കൊയ്യും, അവനവൻ്റെ പ്രവൃത്തികൾക്കുള്ള ഫലം ലഭിക്കും. നിലമറിഞ്ഞു വിത്ത് വിതയ്ക്കണം, മണ്ണിൻ്റെ സ്വഭാവം അറിഞ്ഞു വേണം വിത്ത് വിതയ്ക്കാൻ. ഞാറുറച്ചാൽ ചോറുറച്ചു, നടാനുള്ള ഞാറ് കയ്യിലുണ്ടെങ്കിൽ ഉണ്ണാനുള്ള വകയായി. കൊയ്ത്തു കഴിഞ്ഞാൽ പത്തുണക്കം, നിലം കിളച്ചു കഴിഞ്ഞാൽ 10 ദിവസം വെയിൽ കൊള്ളുന്നത് മണ്ണിന് വായുസഞ്ചാരം ഉണ്ടാകാനും മണ്ണ് പരുവപ്പെടാനും സഹായിക്കും. വാഴ നനഞ്ഞാൽ ചീരയും നനയും, വാഴത്തോട്ടത്തിൽ ഇടവിളയായി ചീര നട്ടാൽ വാഴ നനയുമ്പോൾ ചീരയും നനഞ്ഞോളും, പ്രത്യേകം നനയ്ക്കേണ്ടതില്ല. കള പറിച്ചാൽ കളം നിറയും, യഥാസമയം കള പറിച്ചു കളഞ്ഞാൽ ധാരാളം വിളവുണ്ടാകും. കർക്കിടക മാസത്തിൽ ചേന കട്ടിട്ടും കൂട്ടണം, ചേനയ്ക്ക് ഗുണവും രുചിയും ഏറുന്ന സമയമാണ് കർക്കിടക മാസം. ആയതിനാൽ കഷ്ടപ്പെട്ടിട്ടാണേലും ചേന കഴിക്കണമെന്ന് സാരം. പണിയെടുത്താൽ മണ്ണ്, പൊന്നണിഞ്ഞാൽ പെണ്ണ്, മണ്ണിൽ നന്നായി അധ്വാനിച്ചാൽ നല്ല വിളവുണ്ടാകും, പൊന്നണിഞ്ഞാൽ പെണ്ണിന് സൗന്ദര്യം കൂടും. വളമേറിയാൽ കൂമ്പടയ്ക്കും, അമിതമായാൽ എന്തും ദോഷമായി വരും. കണ്ടം വിറ്റ് കാളയെ വാങ്ങുമോ, ചിന്തിക്കാതെ പ്രവർത്തിച്ചുകൂടാ. തിന വിതച്ചാൽ തിന കൊയ്യും, വിന വിതച്ചാൽ വിന കൊയ്യും. സ്വന്തം പ്രവർത്തികളുടെ ഫലം സ്വന്തമായി തന്നെ അനുഭവിക്കേണ്ടി വരും. ഊന്നു കുലയ്ക്കില്ല, വാഴയെ കുലയ്ക്കൂ, സഹായിയെ പ്രധാനപ്പെട്ട ആളുമായി താരതമ്യപ്പെടുത്തരുത്. വേരിന് വളം വയ്ക്കാതെ കതിരിന് വളം വെച്ചിട്ട് എന്ത് കാര്യം? ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ശരിയായി തന്നെ ചെയ്യണം. പതിരില്ലാത്ത കതിരില്ല, ദോഷവശങ്ങളില്ലാത്ത ഒരു കാര്യവുമില്ല. വേലി തന്നെ വിളവ് തിന്നുക, സംരക്ഷിക്കേണ്ടവർ തന്നെ ചൂഷണം ചെയ്യുക. ഉടമയുടെ കണ്ണ് ഒന്നാന്തരം വളം, കൃഷിക്ക് ഏറ്റവും ഉത്തമമായ വളം ഉടമസ്ഥന്റെ നോട്ടമാണ്. അമരത്തടത്തിൽ തവള കരയണം, അമരകൃഷിക്ക് നല്ല തോതിൽ വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട്. പൂട്ടുന്ന കാളയ്ക്ക് എന്തിന് വിതയ്ക്കുന്ന വിത്തറിയണം, ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടുന്നത് നല്ലതല്ല. കൃഷിയുമായി ബന്ധപ്പെട്ട കൂടുതൽ പഴഞ്ചൊല്ലുകൾ നമുക്ക് നോക്കാം.
എല്ലാ കൂട്ടുകാർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. കൂടുതൽ വീഡിയോ കാണുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നന്ദി, നമസ്കാരം.